നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് ചന്ദ്രശേഖരൻ. കേരള PSC നടത്താൻ തീരുമാനിച്ചിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം കൊറോണയുടെ വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ജൂലൈയിലെ കലണ്ടർ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലും ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ഉൾപ്പെട്ടിട്ടില്ല. അപ്പം എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടും. കേരള PSC ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടൊരു സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ സിലബസിലെ ഒരു മോഡ്യൂളായിട്ടുള്ള കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന വിഷയം വളരെ വേഗത്തിൽ അവതരിപ്പിക്കുകയും അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആഴത്തിലുള്ള പഠനമല്ല, ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൊഴിലന്വേഷകരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങളൊരു ഹെഡ്സെറ്റ് കൂടി ഉപയോഗിക്കണം. ഉപയോഗിച്ചതിന് ശേഷം തുടർച്ചയായി നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ തീർച്ചയായും ആവർത്തിച്ച് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന പരീക്ഷകളിൽ നമുക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും നമ്മൾ സിലബസിലേക്ക് കടക്കാം. സിലബസിലെ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ ഇരിക്കേണ്ടുന്ന വസ്തുത, ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിദേശികൾ യൂറോപ്യന്മാരല്ല. ആദ്യം ഇവിടേക്ക് കടന്നു വന്നത് അറബികളാണ്. പൗരാണിക കാലഘട്ടം മുതൽ നമുക്ക് അവരുമായി വാണിജ്യ ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇവിടേക്ക് വന്ന നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞത് അതിൽ ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആദ്യമായി ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അതിനുശേഷം ഡച്ചുകാർ വന്നു. അതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ വന്നു. ഏറ്റവും ഒടുവിലായി 1664 ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ വന്നു. ആരുടെ കാലത്താണ്? ലൂയി 14 രാജാവിൻ്റെ കാലത്താണ് ഫ്രഞ്ചുകാർ ഇവിടെ എത്തുന്നത്. അതാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തികൾ. പ്രധാനപ്പെട്ട 4 പേര് ഇന്ത്യയിലേക്ക് വന്നവർ ഇവരാണ്. അത് ഞാൻ ആ ഓർഡറിൽ തന്നെയാണ് പറഞ്ഞത്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഏഷ്യയും യൂറോപ്പും തമ്മിൽ കരമാർഗമുള്ള വാണിജ്യ പാതയുടെ ഒരു പ്രവേശന കവാടം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തൂടെ ആയിരുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ആ പ്രശസ്തി എങ്ങനെയാണ്? മഹത്തായ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ തലസ്ഥാനത്തിൻ്റെ ഇന്നത്തെ പേരെന്ന് പറയുന്നത് ഇസ്താംബുൾ എന്നാണ്. ഇസ്താംബുൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ഓഹാൻ പാമുക്ക് ഇസ്താംബുൾ എന്ന നോവലിൽ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇസ്താംബുൾ. അങ്ങനെ ഇസ്താംബുൾ 1453 റോമ സാമ്രാജ്യവും തുർക്കികളുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്താംബുള്, അതായത് അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കികൾ പിടിച്ചെടുത്തതോടുകൂടി ബദൽ മാർഗങ്ങളിലൂടെ ഏഷ്യയുമായിട്ടുള്ള വാണിജ്യപരമായിട്ടുള്ള മാർഗങ്ങൾക്ക് ബദൽ പാതകൾ സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് യൂറോപ്യൻ ശക്തികൾ ആലോചിച്ചു. അങ്ങനെയാണ് അവർ സമുദ്രം വഴി വാണിജ്യ ബന്ധങ്ങൾ തുടരാം എന്നുള്ള ഒരു സമുദ്ര പര്യവേക്ഷണം നടത്തുകയും അങ്ങനെ സമുദ്രം വഴിയാണ് ഇവിടെ യൂറോപ്യന്മാർ എത്തിച്ചേർന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിയ യൂറോപ്യന്മാരെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. 1497 പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് മാനുവൽ ഒന്നാമൻ രാജാവിൻ്റെ, അന്നത്തെ പോർച്ചുഗൽ രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ രാജാവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന നാവികൻ 1497 യാത്ര ആരംഭിച്ച് 1498 മെയ് 20 കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് വന്ന പ്രദേശത്ത് വന്നിറങ്ങി. എന്നാണ് വന്നിറങ്ങിയത്? 1498 മെയ് 20. അങ്ങനെ അന്നത്തെ കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തു. അതിനുശേഷം വ്യാപാര ബന്ധങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വാസ്കോ ഡ ഗാമ സാമൂതിരിയോട് ഈ കച്ചവട ബന്ധങ്ങൾ തുടരുന്നതിനായിട്ട് നമ്മളുടെ കുറച്ച് സഹപ്രവർത്തകർ ഇവിടെ തുടരണം, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് തയ്യാറാകാൻ സാമൂതിരി തയ്യാറായില്ല. അതിനെ തുടർന്ന് അദ്ദേഹം തിരിച്ചുപോയതിനു ശേഷം അദ്ദേഹം പോയത് കണ്ണൂർ വഴിയാണ്. കോലത്തിരിയെ കണ്ടിട്ട് അവിടെ കണ്ണൂർ ചില
ഈ പറയുന്ന സൗകര്യങ്ങൾ, സ്പൈസസിനായിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വാണിജ്യത്തിന് ആവശ്യമായ സഹായ സൗകര്യങ്ങൾ ചെയ്യാമെന്ന് കോലത്തിരി രാജാവ് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പിന്നീട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും വന്നത് വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായിട്ടാണ്. എന്ത് വാണിജ്യമാണ്? കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട വാണിജ്യമാണ് അവർ കൂടുതലും ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതെന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അങ്ങനെ ചെയ്യാൻ കാരണം യൂറോപ്യന്മാർ വളരെ അധികം തണുപ്പുള്ള രാജ്യത്ത് ജീവിക്കുന്ന, തണുപ്പേറിയ കാലാവസ്ഥയാണ് അവർക്ക്. അന്ന് അവർക്ക് വിന്റർ സീസണിൽ, മഞ്ഞുകാലത്ത് മഞ്ഞുവീഴ്ച മൂലം ഭക്ഷണ സാധനങ്ങൾ അടക്കം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഇത്തരം കാർഡമം, അതേപോലെ കുരുമുളക്, ഏലക്ക, കറുവപ്പട്ട, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് അവർക്ക് വളരെ അത്യാവശ്യമായിരുന്നു. മീറ്റൊക്കെ, അനിമലിൻ്റെ ഈ പറയുന്ന മാംസ്യങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇലക്ട്രിസിറ്റിയോ ഫ്രിഡ്ജോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ അതിന് അവർക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ ആവശ്യമായിരുന്നു. അതിനുള്ള വാണിജ്യം, അത് സുലഭമായി ലഭിക്കുന്ന സ്ഥലം എന്നുള്ള നിലയിലാണ് ഇന്ത്യയും ചൈനയും ഒക്കെ ചൈനയുമായിട്ടൊക്കെ വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിന് അവർ തീരുമാനിച്ചത്. അങ്ങനെ 1498 മെയ് 20-ആം തീയതി കാപ്പാടാണ് വാസ്കോ ഡി ഗാമ വന്നത്. അതിനെ തുടർന്ന് ഡച്ചുകാർ 1595 കേരളത്തിൽ ഇന്ത്യയിലെത്തി. ആ ഡച്ചുകാർ ഇന്ത്യയിലെത്തിയിട്ട് അവർ 1658 അവർ അവിടെ വന്നിട്ട് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കൊല്ലം പിടിച്ചെടുത്തു. അതിനുശേഷം കൊച്ചി അവർ പിടിച്ചെടുത്തു. അങ്ങനെ കൊച്ചി പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം തിരുവിതാംകൂറുമായിട്ട് അവർക്ക് വാണിജ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടായി. അതിനെ തുടർന്ന് 1741 കുളച്ചൽ വെച്ച് തിരുവിതാംകൂറിൻ്റെ അന്നത്തെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർ വലിയ യുദ്ധത്തിലേർപ്പെട്ടു. ആ കുളച്ചൽ യുദ്ധത്തിൽ അവരുടെ നാവികനായിട്ടുള്ള ഡിലനോയിയെ, ഡച്ച് സൈന്യത്തെ, കേവലം ഒരു നാട്ടുരാജ്യമായ തിരുവിതാംകൂർ പരാജയപ്പെടുത്തി. അതിനെ തുടർന്ന് 1753 ഓഗസ്റ്റ് 15-ആം തീയതി മാവേലിക്കര സന്ധി പ്രകാരം ഡച്ചുകാരുടെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള പിൻവാങ്ങലിന് കാരണമായ ഒരു സന്ധിയായിട്ട് വേണം മാവേലിക്കര സന്ധിയെ വിലയിരുത്താൻ. അതിനെ തുടർന്ന് ഡച്ചുകാർക്ക് ശേഷം ഇവിടേക്ക് കടന്നു വന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ 1608 സൂററ്റിലാണ് ആദ്യമായി വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത്. അതിനുശേഷം ബോംബെ, പിന്നീട് കൽക്കട്ട, പിന്നീട് മദ്രാസ്. ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ അവർ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ക്രമം. വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം കേവലം ബിസിനസ് മാത്രമല്ല, സാമ്രാജ്യത്വ വികസനം കൂടി ഇത്തരം വന്ന വൈദേശിക ശക്തികളുടെ ലക്ഷ്യമായി മാറി. അതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതിനെ അവർക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കപ്പെട്ട യുദ്ധങ്ങൾ എന്ന് പറയുന്നത്, അവർ വിവിധ മാർഗങ്ങളിലൂടെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിൽ അവർ പ്രധാനമായിട്ടും അവർ ചെയ്തത്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ ഉറപ്പിച്ച 2 യുദ്ധങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്ലാസി യുദ്ധമാണ് 1757. അതിനെ തുടർന്ന് 1764 ബക്സർ യുദ്ധം നടന്നു. ബക്സർ യുദ്ധവും പ്ലാസി യുദ്ധത്തോടുകൂടി ബംഗാൾ പൂർണ്ണമായും ബ്രിട്ടീഷ് ഡോമിനൻസിന്റെ കീഴിലേക്ക് വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം അദ്ദേഹം 1767 ബക്സറിന് ശേഷം അവർ വിവിധ മാർഗങ്ങളിലൂടെ സാമ്രാജ്യത്വ വികസനത്തിനായി ശ്രമിച്ചു. ഒരു മാർഗം എന്ന് പറയുന്നത് യുദ്ധം, അടുത്ത മാർഗം എന്ന് പറയുന്നത് സഖ്യങ്ങൾ, മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താണ്? പിന്തുടർച്ചാവകാശ നിരോധന നിയമം. അങ്ങനെയുള്ള വിവിധ മാർഗങ്ങളിലൂടെ അവർ സാമ്രാജ്യത്വ വികസനത്തിനായിട്ട് ശ്രമിച്ചു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മറാത്ത യുദ്ധം, ആംഗ്ലോ മൈസൂർ വാർ, പിന്നീട് കർണാട്ടിക് വാർ. ഇങ്ങനെ 3 യുദ്ധങ്ങളിലൂടെയാണ് അവർ മേജർ പോർഷൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് 2 തരം ലെജിസ്ലേഷൻസ്, വെല്ലസ്ലി കൊണ്ടുവന്ന സഖ്യം എന്താണ്? സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ 1, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ദത്തവകാശ നിരോധന നിയമം. ഇത്തരം മാർഗങ്ങളിലൂടെയാണ് അവർ സാമ്രാജ്യത്വ വിസ്തൃതി ഉറപ്പാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1757 പ്ലാസി യുദ്ധം, അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൗളയെ പരാജയപ്പെടുത്തിയാണ് ബംഗാളിൻ്റെ ഒരു പോർഷൻ അവർ പിടിച്ചത്. അതിനവരെ അന്ന് മിർ ജാഫർ എന്ന് പറയുന്ന
അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ്റെ വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ആ പരാജയം നവാബിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ ബംഗാളിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കയ്യിലായി. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം ഒരു ജോയിന്റ് അറ്റാക്കിന് 1764 ബംഗാളിലെ നവാബ്, മുഗൾ എംപയർ, അതുപോലെ ഔദിലെ നവാബ്, ബംഗാളിലെ മുൻ നവാബായിട്ടുള്ള മിർ കാസിം, മുഗൾ എംപയർ ആയിട്ടുള്ള ഷാ ആലം, ഔദിലെ നവാബോട് ചേർന്നിട്ടൊരു ജോയിന്റ് അറ്റാക്ക് നടന്നു. അങ്ങനെ അത് 1760 ബക്സറിൽ വെച്ചിട്ട് 1764 ആ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം ബംഗാളിൻ്റെ സമ്പൂർണ്ണ പതനത്തിനാണ് കാരണമായത്. അതിനെ തുടർന്ന് അവർ സാമ്രാജ്യ വിസ്തൃതിക്കായിട്ട് ശ്രമിച്ചു. 1746 തൊട്ട് 63 വരെ അവർ ഫ്രഞ്ചുകാരുമായിട്ട് കർണാട്ടിക് വാർ എന്നറിയപ്പെടുന്ന യുദ്ധം നടത്തി. 3 കർണാട്ടിക് വാറുകളാണ് പ്രധാനമായിട്ടും നടന്നത്. അതോടുകൂടി ഇന്ത്യയിലെ സാമ്രാജ്യത്വ മോഹം ഫ്രഞ്ചുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. പോണ്ടിച്ചേരിയിലും സമീപ മാഹി, കാരക്കൽ തുടങ്ങി ചെറിയ ചെറിയ പ്രദേശങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി ബിസിനസ് നടത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് ഫ്രഞ്ചുകാർ മാറി. കർണാട്ടിക് വാർ 1746, 1763. അങ്ങനെ കർണാട്ടിക് യുദ്ധത്തോടു കൂടി ഫ്രഞ്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടന് ആധിപത്യം വന്നതോടുകൂടി കൂടുതൽ സ്ഥലങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആധിപത്യത്തിലേക്ക് വഴിമാറി. പിന്നീട് എന്താ സംഭവിച്ചത്? ദക്ഷിണ ഇന്ത്യയിലെ വലിയ ശക്തമായ ഒരു രാജ്യമായിട്ടുള്ള മൈസൂരുമായിട്ട് അവർ ആംഗ്ലോ മൈസൂർ വാറിൽ ഏർപ്പെട്ടു. അതെന്ന് തൊട്ടാണ് 1767 തൊട്ട് 1799 വരെയാണ് ആ യുദ്ധം നടന്നത്. 4 കർണാടക മൈസൂർ വാറുകളാണ് നടന്നിട്ടുള്ളത്. 4 യുദ്ധങ്ങൾ. ആംഗ്ലോ മൈസൂർ വാറുകൾ 4 എണ്ണമാണ്. കർണാട്ടിക് വാർ ഞാൻ പറഞ്ഞു 3 വാറ്, 3 യുദ്ധങ്ങൾ. മൈസൂറുമായിട്ട് 4 യുദ്ധങ്ങൾ. ആ 4 യുദ്ധത്തോട് കൂടി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി കൂർഗും മലബാർ ഏരിയ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൈവശമായി. അവസാനത്തെ യുദ്ധം നടന്ന 1799 ടിപ്പു സുൽത്താനെ വധിച്ചതോടുകൂടി എൻ്റയർ മൈസൂര് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി. ഇതാണ് സംഭവിച്ചത്. അതിനുശേഷം സംഭവിച്ചത് 1775 മുതൽ 1718 വരെ മറാത്ത വാർ നടന്നു. ആ മറാത്ത വാറിൻ്റെ അവസാനത്തോടു കൂടി ഏകദേശം ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആധിപത്യത്തിന് കീഴിൽ വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. 1857 കൂടി 1800കളുടെ പകുതിയോടുകൂടി ഇന്ത്യയിലെ ആധിപത്യം ബ്രിട്ടീഷുകാരുടേത് പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇവരുടെ സംഭാവനകൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഡച്ചുകാരുടെ സംഭാവന ഞാൻ പറഞ്ഞല്ലോ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വളരെ ദീർഘമായിട്ടുള്ള ഒരു പുസ്തകം. അത് അഡ്മിറൽ വാൻഡ്രീഡാണ് അത് തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത്. ടി അച്യുതൻ എന്ന വൈദ്യന്റെ സഹായത്തോടു കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ത് ചെയ്തത്? പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷുകാരുടെ സംഭാവന, തേയിലം, കാപ്പി, റബ്ബർ തുടങ്ങിയ നാണ്യവിളകളുടെ ഉൽപാദനവും അതിൻ്റെ കൃഷിയുമൊക്കെ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള സംഭാവനകളും ഈ വൈദേശിക ആധിപത്യത്തിന് കീഴിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഈ ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ PSC സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളുണ്ട്. ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തുടങ്ങല്ലേ? അപ്പോൾ നമുക്കിനി ഈ മോഡ്യൂളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് PSC മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ഈ സിലബസിൽ നിന്ന്, ഈ മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ എന്ന നിലയിലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. നമുക്ക് തുടങ്ങാം. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലേക്കുള്ള ആഗമനത്തിന് വഴിതെളിച്ച സംഭവം ഏത് സംഭവമാണ്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത സംഭവമാണ് യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിച്ചത്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികളാരാണ്? അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ.
അവർക്ക് ശേഷം ഡച്ചുകാർ, പിന്നീട് ബ്രിട്ടീഷുകാർ, അതിനുശേഷം ഫ്രഞ്ചുകാർ എന്ന നിലയിലാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ വാസ്കോഡ ഗാമയാണ്. ഗാമ യാത്ര തുടങ്ങിയത് 1497 പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് ഗാമ യാത്ര തുടങ്ങിയത്. കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലുള്ള കാപ്പാട് എന്ന പ്രദേശത്ത് 1498 മെയ് 20-ാം തീയതി അദ്ദേഹം എത്തിച്ചേർന്നു. മറക്കല്ലല്ലോ, വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ലിസ്ബൺ ആണ്. മറക്കരുത്, ലിസ്ബൺ. വാസ്കോഡഗാമിയെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ഭരണാധികാരി മാനുവൽ ഒന്നാമൻ എന്ന ഭരണാധികാരിയാണ് വാസ്കോഡഗാമിയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ്? സെയിൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെയിൻറ്റ് ഗബ്രിയേൽ. ആദ്യ യാത്രയിൽ സെയിൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിനെ വാസ്കോഡഗാമ വഹിക്കുന്ന സെയിൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിനെ അനുഗമിച്ച കപ്പലുകൾ എന്ന് പറയുന്നത് സെയിൻറ്റ് റാഫേലും സെയിൻറ്റ് ബെറിയോ എന്നീ 2 കപ്പലുകളാണ് വാസ്കോഡഗാമയുടെ ആദ്യ യാത്രയിൽ ഗാമയെ അനുഗമിച്ച കപ്പലുകൾ. ഏതൊക്കെയാണ്? സെയിൻറ്റ് റാഫേൽ, സെയിൻറ്റ് ബെറിയോ. വാസ്കോഡഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി കോഴിക്കോട് സാമൂതിരിയാണ്. വാസ്കോഡഗാമ തിരികെ ലിസ്ബണിലേക്ക് മടങ്ങിയത് 1499. വാസ്കോഡഗാമ രണ്ടാമതായിട്ട് കേരളത്തിലെത്തിയത് ഏത് വർഷമാണ്? 1502. വാസ്കോഡഗാമ അവസാനമായിട്ട് കേരളത്തിലെത്തിയ വർഷം 1524 കേരളത്തിലെത്തിയത്. പോർച്ചുഗീസിൻ്റെ വൈസ്രോയി ആയിട്ടാണ് ആ വർഷം 1524 ഗാമ കേരളത്തിലെത്തിയത്. ആ വർഷം 1524 ഡിസംബർ 24-ാം തീയതി വാസ്കോഡഗാമ അന്തരിച്ചു. വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്ന പള്ളിയിലാണ് ആദ്യം വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിരുന്നത്. പിന്നീട് 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ലിസ്ബണിലുള്ള ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നത്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ഗോവയിലാണ് വാസ്കോഡഗാമ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫ്രഞ്ചുകാരെയാണ്. വെള്ളക്കാരെന്നറിയപ്പെടുന്നതോ? ബ്രിട്ടീഷുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. യൂറോപ്യന്മാർ എവിടെ എത്തുന്നത്? വ്യാപാരത്തിനായിട്ട് എത്തുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ എത്ര വർഷം ഉണ്ടായിരുന്നു ഇവിടെ? 463 വർഷം ഉണ്ടായിരുന്നു. 1498 തൊട്ട് 1961 വരെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു, അല്ലേ? പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളനികൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളനികൾ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628-നാണ്. 1628. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ്. പോർച്ചുഗീസുകാരുടെ പിൽക്കാല തലസ്ഥാനം ഏതാണ്? ഗോവയാണ്. ആ പിൽക്കാല തലസ്ഥാനത്തേക്ക്, അതായത് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം ഗോവയിലേക്ക് കൊണ്ടുപോയ ഭരണാധികാരി എന്ന് പറയുന്നത് അൽബുക്കർക്ക് എന്ന് പറയുന്ന പോർച്ചുഗീസ് ഭരണാധികാരിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന്. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ്? കാപ്പാടാണ്. കാപ്പാടിനെയാണ് അവർ കാപ്യ എന്ന് വിളിച്ചിരുന്നത്. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? പൊന്നാനി സന്ധിയാണ് 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി കണ്ണൂർ സന്ധിയാണ് 1513 ഒപ്പുവെച്ചത്. ആരൊക്കെ തമ്മിൽ? പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ പൊന്നാനി സന്ധി.
ഇന്ത്യയിൽ നീലജല നയം ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയുടെ പേരെന്താണ്? ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡ. എന്താണ് ബ്ലൂ വാട്ടർ പോളിസി? ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കുത്തക പോർച്ചുഗീസുകാർക്ക് മാത്രമായിരിക്കും എന്ന നയത്തെയാണ് നീലജല നയം എന്ന് പറയുന്നത്. അത് ആവിഷ്കരിച്ചത് അൽമേഡയാണ്. പോർച്ചുഗീസിൻ്റെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? അന്റോണിയോ വാസിലോ ഇ സിൽവ. ആരാണ്? അന്റോണിയോ വാസിലോ ഇ സിൽവ. 1958-61 കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റേത്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19. 1961 ഡിസംബർ 19 ഗോവ മോചിപ്പിക്കപ്പെട്ടത്. ആ നടത്തിയ നടപടിയെ, സൈനിക നടപടിയെ, അന്ന് ഗോവയെ മോചിപ്പിക്കാനായി നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ്. ഓപ്പറേഷൻ വിജയ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായിട്ടുള്ള പള്ളിപ്പുറം കോട്ട, 1508 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ. അദ്ദേഹം തന്നെയാണ് പോർച്ചുഗീസ് തലസ്ഥാനം, ഇന്ത്യയിലെ തലസ്ഥാനം, പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത്. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോബിൽഹ ആണ്. ആരാണ്? പെറോഡ കോബിൽഹ. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലുള്ള ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മരക്കാർ എന്ന സ്ഥാനപ്പേര് ആരാണ് നൽകിയത്? സാമൂതിരിയാണ് മരക്കാർ എന്ന സ്ഥാനപ്പേര് കൊടുത്തിട്ടുള്ളത്. ഈ സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടക്കലാണ്. പുതുപ്പണം കോട്ടയാണ് കുഞ്ഞാലിമാരുടെ ആസ്ഥാനം. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് ആരാണ്? കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ് ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത്. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി എന്നാണ്. കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ, ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞാലി മരക്കാർ സെക്കൻഡിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കുട്ടി പോക്കർ അലി. കുട്ടി പോക്കർ അലി. മരക്കാർ കോട്ട, പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് മരക്കാർ കോട്ട നിർമ്മിച്ചത്. ഈ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ പേര് ചാലിയം കോട്ട എന്നാണ്. കോഴിക്കോടുള്ള ചാലിയം കോട്ട. അത് പണിഞ്ഞ പോർച്ചുഗീസ് ഗവർണർ ആരാണ്? കുൻഹയാണ് പണിഞ്ഞത്. ആര്? കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയം കോട്ട. ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത്. കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ യഥാർത്ഥ നാമം മുഹമ്മദ് അലി മരക്കാർ എന്നാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെയാണ് 1600 പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കലാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കൽ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ വിദേശ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. 1595 ഡച്ചുകാർ ഇന്ത്യയിലെത്തിയത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 1602 അവർ ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. 1605 മസൂലിപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് അവരാദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത്. പോർച്ചുഗീസുകാർ കത്തോലിക്ക മതവിഭാഗ വിശ്വാസികളായിരുന്നുവെങ്കിൽ ഡച്ചുകാർ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളാണ്. തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഡച്ചുകാർ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളാണെങ്കിൽ പോർച്ചുഗീസുകാർ കത്തോലിക്ക വിശ്വാസികളാണ്. ഡച്ചുകാർ 1658 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് കൊല്ലം പിടിച്ചെടുത്തത്. 1658 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്.
അതിനുശേഷം 1663 അവർ പോർച്ചുഗീസുകാരെ തന്നെ പരാജയപ്പെടുത്തി കൊച്ചി പിടിച്ചെടുത്തു. ആരെ പരാജയപ്പെടുത്തി? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി 1663 കൊച്ചി പിടിച്ചെടുത്തു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലിൻ്റെ പേരെന്താണ്? അഡ്മിറൽ വാൻ ഗോയിൻസ്. അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ. 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേര്, നടന്ന സ്ഥലം കുളച്ചലാണ്. കുളച്ചൽ യുദ്ധം. ആ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് കപ്പിത്താനായ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ തടവിൽ പിടിക്കുകയും തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകുന്നതിനായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ആരെ? ഡിലനോയി എന്ന ഡച്ച് നാവികനെ കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ച് തിരുവിതാംകൂർ സൈന്യത്തിന് ആധുനിക പരിശീലനം കൊടുക്കുന്നതിനായി മാർത്താണ്ഡവർമ്മ നിയോഗിച്ചു. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയി അറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്? തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ. ഇദ്ദേഹത്തിനൊരു സ്മാരകമുണ്ട്. അത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിക്ക് സ്മാരകമുള്ളത്. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ. അത് കുളച്ചൽ യുദ്ധത്തിന് ശേഷം 1753 ഓഗസ്റ്റ് 15 ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിലൊരു സന്ധിയിൽ ഏർപ്പെട്ടു. ആ സന്ധിയുടെ പേര് മാവേലിക്കര സന്ധി എന്നാണ്. ഇന്ത്യയിലെ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയും വേറൊന്നല്ല, മാവേലിക്കര സന്ധി തന്നെയാണ്. പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ശേഷം ഇന്ത്യയിൽ എത്തിയ മൂന്നാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ബ്രിട്ടീഷുകാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ 31. ഈ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി കൊടുത്തത് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്യൂൻ എലിസബത്ത് I ആണ്. ക്യൂൻ എലിസബത്ത് I. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റാണ്. 1608 സൂററ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി എന്നാണ്. ജോൺ കമ്പനി. ഇന്ത്യയിലേക്കെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തിയുടെ പേര് അക്ബർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബറാണ്. ഈ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീറാണ്. ഈ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ്റെ പേര് വില്യം ഹോക്കിൻസ് 1608, തോമസ് റോ 1615 എന്നിങ്ങനെ 2 ഇംഗ്ലീഷുകാരാണ് ജഹാംഗീറിൻ്റെ മുഗൾ സദസ്സ് സന്ദർശിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയതാരാണ്? ജെയിംസ് ഒന്നാമനാണ് വ്യാപാര കാലാവധി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നീട്ടി നൽകിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് 1687 1687. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയുടെ പേര് മെർച്ചൻ്റ് അഡ്വഞ്ചറേഴ്സ് എന്നാണ്. മെർച്ചൻ്റ് അഡ്വഞ്ചറേഴ്സ്. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിൻ്റെ പേര് ഹെക്ടർ എന്നാണ്. ഹെക്ടർ. 1644 സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ. മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്ന ആളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെൻറ്റ് ജോർജ് കോട്ടയാണ് മദ്രാസിൽ. 1644. ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം 1615. 1615 ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയത്. കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർക്ക് പണ്ടകശാലകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, വ്യാപാര സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള അനുവാദം കിട്ടിയ സ്ഥലങ്ങൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങാണ്. 1695 അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1721
ആറ്റിങ്ങൽ കലാപം നടന്നത്. സൗത്ത് ഇന്ത്യയുടെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കർണാട്ടിക് പ്രദേശങ്ങളിലാണ് ആ യുദ്ധം നടന്നിട്ടുള്ളത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 ടു 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 ടു 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 ടു 1763. അതിനുശേഷം ബംഗാളിലെ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി നടന്ന ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉറപ്പിച്ച യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബംഗാളിലെ നവാബായ സിറാജ് ഉൾ ദൗളയാണ് ബ്രിട്ടീഷുകാർ ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. നവാബിൻ്റെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് കൂടിയാണ് ആ യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ജയിക്കാനായി കഴിഞ്ഞത്. പിന്നീട് ബക്സർ ബാറ്റിലും ബ്രിട്ടീഷുകാർ തന്നെ ജയിച്ചു. അത് 1764. 1764. അതോടുകൂടി എൻ്റയർ ബംഗാളിൻ്റെ അധീശത്വം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലേക്ക് വരികയുണ്ടായി. പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിൻ്റെ നവാബായത് മിർ ജാഫർ എന്ന് പറയുന്ന പഴയ ബംഗാൾ നവാബിൻ്റെ സൈന്യാധിപനാണ്. അതേസമയം ഗവർണർ ഓഫ് ബംഗാളിൻ്റെ ഗവർണറായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയോഗിച്ചത് ആരെയാണ്? റോബർട്ട് ക്ലൈവിനെയാണ്. അദ്ദേഹം തന്നെയാണ് കൊൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോട്ട പണി കഴിപ്പിക്കുന്നതിന് തുടക്കമിട്ടത്. ഇന്ത്യയിൽ ആദ്യമായി ഒഫീഷ്യലായിട്ട് പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നത് ഈ റോബർട്ട് ക്ലൈവ് തന്നെയാണ്. 1766 ഒരു തപാൽ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവാണ്. അതുപോലെ തന്നെ ബംഗാളിൽ ഡ്യുവൽ ഗവൺമെൻറ് എന്ന രീതി നടപ്പിലാക്കിയതും റോബർട്ട് ക്ലൈവ് തന്നെയാണ്. സാമ്രാജ്യത്വ വിസ്തൃതിയുടെ ഭാഗമായി ബ്രിട്ടീഷുകാർ ദക്ഷിണ ഇന്ത്യയിലെ വലിയ ശക്തിയായിരുന്ന നാട്ടുരാജ്യമായിരുന്ന മൈസൂരുമായിട്ട് നടത്തിയ യുദ്ധങ്ങളെയാണ് ആംഗ്ലോ മൈസൂർ വാറുകൾ എന്നറിയപ്പെടുന്നത്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് മൈസൂരുമായിട്ട് നടത്തിയ യുദ്ധങ്ങളാണ്. 4 യുദ്ധങ്ങളാണ് ആ പരമ്പരയിൽ നടന്നത്. ഒന്നാം ആംഗ്ലോ മൈസൂർ വാർ 1767 1769. രണ്ടാം മൈസൂർ വാർ 1780-84. മൂന്നാം മൈസൂർ വാർ 1790-92. ഓർക്കുക, ആ മൂന്നാം മൈസൂർ വാർ സംഭവിക്കാൻ കാരണമായ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നതിനായിട്ട് ടിപ്പു സുൽത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രഞ്ച് സഖ്യശക്തിയായിട്ടുള്ള മൈസൂരിനെതിരെ തിരുവിതാംകൂർ അന്ന് ബ്രിട്ടീഷ് സഖ്യത്തിലായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മൈസൂരിൻ്റെ ഭാഗമായിരുന്ന കൂർഗ്, മലബാർ മേഖലകൾ ബ്രിട്ടീഷ് ഇന്ത്യക്ക് കൈമാറേണ്ടി വന്നു ടിപ്പുവിന്. അവസാനത്തെ 4ാം ആംഗ്ലോ മൈസൂർ വാർ 1798-99 കാലയളവിലാണ് രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജാവായിട്ടുള്ള ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് കമ്പനിയോട് പടയാളികളോട് പൊരുതി പരാജയപ്പെട്ട് അദ്ദേഹത്തെ അവർ വധിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടി എൻ്റയർ മൈസൂർ സാമ്രാജ്യം തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായി. സാമ്രാജ്യ വിസ്തൃതിക്കായി പിന്നീട് നടത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ മറാത്ത രാഷ്ട്രവുമായി നടത്തിയ യുദ്ധത്തെയാണ് മറാത്ത യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്നാം മറാത്ത യുദ്ധം ആരംഭിച്ചത് 1775 1782 സൽബായി ഉടമ്പടിയോടുകൂടി ആ യുദ്ധം അവസാനിച്ചു. രണ്ടാമത്തെ മറാത്ത യുദ്ധം 1803 ആരംഭിച്ച് 1805 അവസാനിച്ചു. മൂന്നാമത്തെ മറാത്ത യുദ്ധം ആംഗ്ലോ മറാത്ത വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1817 1818 ഈ യുദ്ധം അവസാനിച്ചു. അതോടുകൂടി മറാത്ത എന്ന് പറയുന്ന ശക്തി തന്നെ ഇല്ലാതാവുകയും അവിടെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീശത്വത്തിന് കീഴിലേക്ക് വരികയും ചെയ്തു.
ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ച സ്ഥലം ഗോവയാണ്. 1556 പോർച്ചുഗീസുകാരാണ് ഗോവയിൽ അച്ചടിശാല ആരംഭിച്ചത്. കേരളത്തിൽ പോർച്ചുഗീസുകാർ തന്നെയാണ് അച്ചടിശാല ആരംഭിച്ചത്. വൈപ്പിനിലും കൊച്ചി എന്നീ സ്ഥലങ്ങളിലാണ് അച്ചടിശാലകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ശാസ്ത്രീയമായ കൃഷി രീതികൾ ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാരാണ്. അവർ തന്നെയാണ് കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ക്രിസ്തീയ കലാരൂപമായിട്ടുള്ള ചവിട്ട് നാടകം ഇന്ത്യയിൽ അവതരിപ്പിച്ചതും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ആ കോട്ട നിർമ്മിച്ച വർഷം 1503 പള്ളി നിർമ്മാണത്തിൽ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. മാനുവൽ കോട്ട 1503 നിർമ്മിച്ചത് ഇന്ത്യയിലെ പോർച്ചുഗീസിൻ്റെ രണ്ടാമത്തെ വൈസ്രോയി ആയിരുന്ന അൽ ബുക്കർക്കാണ്. ആ കോട്ട അറിയപ്പെടുന്നത് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിലൊക്കെയും ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത് കേരളത്തിൽ ഒരു കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡെ അൽമേഡയാണ്. അദ്ദേഹം കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ടയാണ് 1505 നിർമ്മിച്ചത്. 1559 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഡച്ച് കൊട്ടാരം, അല്ലെങ്കിൽ പോപ്പുലർലി അതറിയപ്പെടുന്നത് മട്ടാഞ്ചേരി കൊട്ടാരം എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളി കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് നിർമ്മിച്ചത്. ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളടങ്ങിയ അഡ്മിറൽ വാൻ റീഡ് അച്ചടിക്ക് നേതൃത്വം കൊടുത്ത ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് പ്രധാനമായും ഡച്ചുകാരുടെ സംഭാവനയായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന വൈദ്യരുടെ സഹായത്തോടു കൂടി അഡ്മിറൽ വാൻ റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ ഭാഷയാണ്. ആ പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 1703 1678 1703 കാലഘട്ടത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 12ഓളം വോള്യങ്ങളിൽ 742ഓളം സസ്യങ്ങളെക്കുറിച്ചാണ് 12ഓളം വോള്യങ്ങളിൽ 742ഓളം സസ്യങ്ങളെക്കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസ് വിവരിച്ചിരിക്കുന്നത്. ഇമ്മാനുവൽ റോയിയാണ് മലയാള ലിപി അച്ചടിക്കാനായിട്ട് അഡ്മിറൽ വാൻ റീഡിനെ സഹായിച്ചത്. ഇമ്മാനുവൽ റോയി. ഇന്ത്യയിൽ ദൈർഘ്യമേറിയ റെയിൽവേ ശൃംഖലയ്ക്ക് തുടക്കമിട്ടത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1861 കേരളത്തിൽ ആദ്യമായി റെയിൽവേ പാത നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണെന്നറിയാമോ? ബേപ്പൂർ തിരൂർ റെയിൽപാതയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത. അതുപോലെ തന്നെ പോസ്റ്റൽ സിസ്റ്റത്തിന് വളരെ പുരോഗമനപരമായിട്ടുള്ള സംഭാവനകൾ നൽകിയത് ബ്രിട്ടീഷുകാരാണ്. അതുപോലെ കൃഷിയുടെ വ്യാവസായികവൽക്കരണത്തിന് വലിയ സംഭാവനകൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രധാനപ്പെട്ട നാണ്യവിളകളായിട്ടുള്ള തേയില, കാപ്പി, റബ്ബർ തുടങ്ങിയവയുടെ പ്രചാരണം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വലിയ പ്രചാരം കൊടുത്തത് ബ്രിട്ടീഷുകാരാണ്. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ബോംബെ, കൽക്കട്ട, മദ്രാസ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഹണ്ടർ കമ്മീഷൻ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കണം. ഉറപ്പായും ഞാൻ അതിന് ഉള്ള മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ യൂറോപ്യന്മാരുടെ ആഗമനം, അവരുടെ സംഭാവനകൾ എന്നുള്ള മൊഡ്യൂളിലെ സിലബസിലെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്.
അത് ആരുടെ ചരിത്രമാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മ മുതൽ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ളവരുടെ ചരിത്രത്തെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.